ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രി കൈകൂപ്പിക്കൊണ്ട് വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്നു. കൈയടിച്ചുകൊണ്ടും കൈ ഉയർത്തിയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. മുൻ സീറ്റിൽ കൈകൂപ്പിക്കൊണ്ടാണ് അദ്ദേഹം വളരെ വേഗത കുറിച്ചാണ് ആ വാഹനം ഈ ജനങ്ങൾ നിൽക്കുന്ന അടുത്തേക്ക് വരുന്നത്. പ്രധാനമന്ത്രി തൊട്ടടുത്ത് ജനങ്ങളുടെ തൊട്ടടുത്ത് നിർത്തി വാഹനം വളരെ സ്ലോ ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ, അദ്ദേഹത്തെ വളരെ നന്നായി കാണാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തകർ അദ്ദേഹത്തെ അടുത്തു നിന്ന് കാണുകയാണ്. വളരെ വേഗത കുറിച്ചാണ് ആ വാഹനം കടന്നു പോകുന്നത്. കൈ ഉയർത്തി അവർ അഭിവാദ്യം അർപ്പിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഒപ്പം സ്വാഗതം ഓതുന്നു. പ്രധാനമന്ത്രിയെ തിരുവനന്തപുരം വരവേൽക്കുകയാണ്. നരേന്ദ്രമോദി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് വാഹനത്തിൽ പുറത്തേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി എത്തിയിട്ടുള്ളത്. ഈ രാത്രി അദ്ദേഹം തലസ്ഥാനത്ത് തിരുവനന്തപുരത്താണ് തങ്ങുക. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഒരു പദ്ധതി ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരുന്നു എന്നതിലുപരി ഇത്തവണ വളരെ വലിയ പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട്. രാജ്യം പ്രത്യേക സ്ഥിതിവിശേഷത്തെ നേരിടുന്ന ഒരവസ്ഥയിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ലോകം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ അതിന്റെ പാരമ്യത്തിൽ, അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും പ്രാധാന്യമുള്ളതാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ വെച്ച് മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും മേയറുമടക്കം കേരളത്തിലേക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊരു ഇടവേള എടുക്കാം, ചർച്ച ബാക്കിയുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം രാജ്ഭവനിലേക്ക് എത്തുന്നതിന് മുറയ്ക്ക് അതിന്റെ വിശദാംശങ്ങൾ നൽകാം.